ചിറ്റാറ്റുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടി 2 പേരെ കുത്തി, ഒരാൾ മരിച്ചു. 10 കിലോമീറ്ററോളം ഓടിയ ആനയെ തളയ്ക്കാനായത് 1 മണിക്കൂറിന് ശേഷം. തൃശൂർ കുറുപ്പം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ യാത്രക്കാർ. എംഒ റോഡിലെ ഗതാഗത നിയന്ത്രണമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. ഒരു വിഭാഗം KSRTC ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് ഭാഗികം. തൃശൂർ ഡിപ്പോയിൽ നിന്നുള്ള 21 സർവീസുകൾ റദ്ദാക്കി. കഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിംഗിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വ്യാഴാഴ്ച പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിലെ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. മാളാഷ്ടമിച്ചിറ ചുണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിൽ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തുന്നില്ല. കൃഷിനാശം ഭയന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. ചിറ്റാറ്റുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞ് ഒരാളെ കുത്തിക്കൊന്നു. പാപ്പാനടക്കം നിരവധി പേർക്ക് പരിക്ക്. ആലപ്പുഴ മുഹമ ആരിക്കര സ്വദേശി പുളിമുട്ടിക്കോളനി വീട്ടിൽ 41 വയസ്സുള്ള ആനന്ദനാണ് മരിച്ചത്. ചിറ്റാറ്റുകര പൈങ്കണ്ണിക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ചിറ്റിലപ്പിള്ളി ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 10 കിലോമീറ്ററോളം ഓടിയ ആനയെ 1 മണിക്കൂറിന് ശേഷമാണ് തളയ്ക്കാനായത്. എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പാപ്പാന്മാർ ആനയെ കുളിപ്പിക്കുകയായിരുന്നു. ഈ സമയം പാപ്പാൻ രാജനെ ആന തുമ്പികൊണ്ട് തട്ടിത്തെറിപ്പിച്ചോടി. 1 കിലോമീറ്ററോളം ഓടിയ ആന കിഴക്കേത്തല റെയിൽവേ ഗേറ്റ് കടന്ന് തൊട്ടടുത്ത പറമ്പിൽ വിശ്രമിക്കുകയായിരുന്ന ആനന്ദനെ കുത്തുകയായിരുന്നു. പപ്പട കച്ചവടത്തിനെത്തിയ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം 20ഓളം വരുന്ന കൂടെയുണ്ടായിരുന്ന നാടോടി സംഘം ഓടി രക്ഷപ്പെട്ടു. സുഖമില്ലാത്തതിനാൽ ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്ന ആനന്ദനെ ആന തുമ്പികൊണ്ട് തട്ടിയിട്ട ശേഷം 2 തവണ വയറിൽ കുത്തുകയായിരുന്നുവെന്ന് ബന്ധുവും ദൃക്സാക്ഷിയുമായ രാധിക പറഞ്ഞു. ഞാൻ ഇവർ 2-3 പേരെടുത്തോണ്ട് ഓടിച്ച് മതിൽ ചാടി. ആ ഏട്ടൻ ബേക്കിലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഏട്ടനെ മറിച്ചിട്ടിട്ട് കുത്തി. 2 പ്രാവശ്യം കുത്തി. ഈ സമയം ആനന്ദന് ചായ വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നുവെന്ന് ഭാര്യ രഞ്ജു പറഞ്ഞു. പുള്ളി വയ്യാണ്ട് കിടക്കുന്ന ആളായിരുന്നു. ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോയതാ. റെയിൽവേ ഇല്ല, ആ റെയിൽവേ കോസിന്റെ പുറത്തുകൂടി ആന അത് പറമ്പിന് താഴെ കൂടെ ഇറങ്ങി വന്നിട്ട് എന്റെ ഭർത്താവ് കഴിഞ്ഞു നോക്കി ഓടാനായിട്ട് പറ്റിയില്ല. ആ ആന വന്ന് ഒറ്റ തട്ട്, ആ തട്ടിയ വ്യാക്കിൽ ആളങ്ങനെ വീണ്. വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് ആനന്ദ് ജീവനുണ്ടായിരുന്നുവെന്ന് സഹോദരി മഞ്ജു പറഞ്ഞു. പുള്ളി കണ്ടെത്തിരുന്ന് ഓടിച്ചോണ്ടിരുന്ന പാന തട്ടി താഴെട്ടാണ് കുത്തിയത്. ആ രംഗം വരെ ഞങ്ങൾ കണ്ട. പിന്നെ ആൾക്കാരൊക്കെ കൂടിയപ്പോൾ ആംബുലൻസൊക്കെ കുറേ നേരം കടന്നിട്ടാണ് പൗളിനെ എടുത്തത്. അവിടുന്ന് എടുത്ത് വണ്ടി പിടിച്ച് വണ്ടിക്കകത്ത് കൊണ്ട് ഇവിടെ കൊണ്ടെത്തി. പിന്നെ ആൾക്കാരൊന്നും പുള്ളി ജീവനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ടത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ടാണശ്ശേരി മെയിൻ റോഡ് വരെ എത്തിയ ആനയെ പാപ്പാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന സംഘമാണ് തളച്ചത്. ഉടൻ തന്നെ ആനയെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. ഗുരുവായൂർ തൃശൂർ റോഡിൽ 20 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് നിസ്സാര പരിക്കേറ്റു. ആനയില്ലാതെ ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി. TCB ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ കുറ്റിപ്പുറം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ് യാത്രക്കാർ. മുനിസിപ്പൽ ഓഫീസ് റോഡിലെ പുതിയ ഗതാഗത നിയന്ത്രണമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ വരുന്ന ചെറുവാഹനങ്ങൾ എംഒ റോഡിൽ പ്രവേശിച്ച് യു-ടേൺ എടുത്ത് ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്നതിനാൽ ശക്തൻ സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെടാൻ ഇടയാവുകയാണ്. പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ വന്ന് ശക്തൻ സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എംഒ റോഡിൽ പ്രവേശിച്ച ഉടൻ വലത്തോട്ട് തിരിഞ്ഞ് പട്ടാളം റോഡിലൂടെ പോവുകയാണെങ്കിൽ വാഹനക്കുരുക്ക് ഒഴിവാക്കാനാകുമെന്നാണ് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വിഭാഗം KSRTC ജീവനക്കാർ നടത്തിയ 24 മണിക്കൂർ പണിമുടക്ക് ഭാഗികം. ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കുന്നത്. പണിമുടക്കിനെ തുടർന്ന് തൃശൂർ ഡിപ്പോയിൽ നിന്നുള്ള 21 സർവീസുകൾ റദ്ദാക്കി.
കാഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിങ്ങിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് മണലൂർ ഗുരുവായൂർ റോഡിലെ പാർക്കിംഗ് മാറ്റിയത്. ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ മണലൂർ പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കാഞ്ഞാണിയിലെ 160ഓളം വരുന്ന സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് സമരം നടത്തുന്നത്. കാഞ്ഞാണി സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗം INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. EK പ്രേമദാസ് അധ്യക്ഷത വഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ EA കുര്യൻ, ജോജു തേക്കാനത്ത്, മുഹമ്മദ് യൂനസ്, VG രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷയം ചർച്ച ചെയ്യാനായി വ്യാഴാഴ്ച പഞ്ചായത്ത് അധികൃതർ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തും. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിലെ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. ലൈൻ ട്രാഫിക് എന്ന വാക്ക് പോലും കേൾക്കാത്ത ഡ്രൈവർമാരുണ്ട്. ഇതുമൂലം ഹൈവേകളിലുണ്ടാകുന്ന അപകടങ്ങൾ കുറച്ചല്ല. ലൈൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള അജ്ഞത മൂലം ഹൈവേകളിൽ വലതുവശത്തെ ട്രാക്കിൽ സഞ്ചരിക്കുന്ന ബൈക്ക് യാത്രക്കാരുണ്ട്. അമിതവേഗത്തിൽ ട്രാക്കിന്റെ ഇടതുഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളുമുണ്ട്. ഹൈവേകളിലായാലും വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്കിംഗ് അനുവദിക്കുന്നുള്ളൂ. ഈ സമയം മുന്നിലുള്ള വാഹനങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തേക്ക് മാറുകയും വേണം. കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശത്തെ ട്രാക്കിലൂടെ വേണം സഞ്ചരിക്കാൻ. ചരക്ക് വാഹനങ്ങൾ, ട്രെയിലറുകൾ എന്നിവ ഇടതുവശത്തുകൂടിയാണ് സഞ്ചരിക്കേണ്ടത്. കൂടിയ വേഗത്തിൽ സഞ്ചരിക്കേണ്ട വാഹനങ്ങൾ വലതുവശത്തെ ട്രാക്കിലൂടെ സഞ്ചരിക്കണം. ലൈൻ ട്രാഫിക് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. ഇതിനാൽ തന്നെ ഹൈവേകളിൽ ലൈൻ ട്രാഫിക് അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടർക്കഥയാണ്. TCV തൃശൂർ. മാള അഷ്ടമിച്ചിറ ചുണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിലെ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തുന്നില്ല. കൃഷിനാശം ഭയന്ന് കർഷകർ. കൃഷിയിടത്തിൽ വെള്ളം തടസ്സപ്പെടില്ലെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയെങ്കിലും അതുണ്ടായില്ലെന്ന് കർഷകനായ കുമാരൻ പറയുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾക്ക് വെള്ളമില്ല. പകുതിക്കതിരും കുറെ പൊതുമ്പാണ്. ഇപ്പം നനച്ചില്ലാന്ന് വെച്ചാൽ ഒന്നും കിട്ടില്ല. കനാൽ വെള്ളം വരണില്ല, ലിഫ്റ്റ് ഇറിഗേഷൻ്റെ വെള്ളം അതും വരില്ല, രണ്ടുമില്ല. ഒക്കെ ഞങ്ങൾ പോയി MLAയുടെ അടുത്ത് വരെയും പോയി. അപ്പോൾ MLA പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ലിഫ്റ്റ് ഇറിഗേഷൻ്റെ മിഷൻ നന്നാക്കണമെങ്കിൽ, അത് മാറ്റി വയ്ക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കടലാസ് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയായ അഷ്ടമിച്ചിറ സ്വദേശി വാക്കയിൽ 88-കാരനായ കുമാരനും ഭൂരിഭാഗം കർഷകർക്കും കനാലിൽ ഒരു തവണ കൂടി വെള്ളമെത്തിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. പക്ഷേ അത് അടുത്ത ദിവസം ഉണ്ടായില്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും കരിയുമെന്ന അവസ്ഥയിലാണ്. നെൽച്ചെടികൾ പകുതിയിലധികം കതിരിട്ട നിലയിൽ 25 ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാവുന്ന പാകത്തിലാണ് വെള്ളമില്ലാതെ ഉണങ്ങുന്നത്. തുമ്പൂർമുഴിയിൽ നിന്നുള്ള കനാലിൽ 2 ആഴ്ച മുമ്പാണ് വെള്ളമെത്തിയത്. മാസത്തിലൊരിക്കലാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം തുറക്കുന്നത്. അഷ്ടമിച്ചിറ ജലസേചന പദ്ധതിയിലെ ട്രാൻസ്ഫോർമർ തകരാറിലായിട്ട് 1 മാസത്തോളമായി. ജലസേചന വകുപ്പ് സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിന് പകരമായി മറ്റൊന്ന് ഇല്ലാത്തതിനാലാണ് പരിഹാരം നീളുന്നത്. തകരാറിലായ ട്രാൻസ്ഫോർമർ അടിയന്തരമായി ശരിയാക്കി പ്രധാന കനാലിൽ വെള്ളമെത്തിയില്ലെങ്കിൽ അഷ്ടമിച്ചിറയിലെ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്കൊപ്പം കർഷകരുടെ പ്രതീക്ഷകളും കരിഞ്ഞുണങ്ങും. TCV മാള. വടക്കാഞ്ചേരിയിൽ അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 60 ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മങ്കര സ്വദേശി കിണറാമാക്കൽ കുഞ്ഞുമോനെ കബളിപ്പിച്ചാണ് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തത്. ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങാനെന്ന വ്യാജേന എത്തി ടിക്കറ്റുകൾ കയ്യിൽ വാങ്ങിയതിനു ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകിയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ചത്. ഇത് 4ാം തവണയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത്. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. അവിടുന്ന് അപ്പുറത്തുനിന്ന് കിടക്കായിരുന്നു. കിടക്കുന്നതിന് മുന്നേ ഒരുത്തം വന്നു, ഒരു ടിക്കറ്റ് വേണം പറഞ്ഞു. ടിക്കറ്റ് കൊടുത്തു. ആ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടുന്ന് അപ്പം പോയി പെട്ടെന്ന് എനിക്ക് ഇതാകാൻ പറ്റില്ലല്ലോ. അത് നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അതിൽ ഇങ്ങനെ പഴയ ടിക്കറ്റ് ഉണ്ട്. അപ്പോഴത്തേനും ഗ്യാസ് കമ്പനിയിൽ 2 പിള്ളേർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ വന്നിട്ട് നോക്കി ഇപ്പോൾ 3 ആഴ്ചത്തെ ടിക്കറ്റ് അത് തിരഞ്ഞ് അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഇതുണ്ടായത്. കുന്നംകുളം തെക്കേപ്പുറത്ത് വീട് കുത്തി തുറന്ന് കവർച്ച. സ്വർണവും പണവും വിലപിടിപ്പുള്ള മദ്യവും കവർന്നു. തെക്കേപ്പുറം സ്വദേശി കോതോട്ട് വീട്ടിൽ രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബമായി ബോംബെയിൽ താമസിച്ചു വരികയാണ് രാജൻ. കഴിഞ്ഞ 30-നാണ് നാട്ടിലെത്തി ബോംബെയിലേക്ക് തിരിച്ചുപോയത്. അയൽവാസിയായ ശാരദ വീട് വൃത്തിയാക്കാൻ എത്തിയ സമയത്താണ് മുൻവശത്തെ വാതിലിൽ ആയുധം ഉപയോഗിച്ച് തിക്കി തുറന്ന നിലയിൽ കണ്ടത്.
തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ച 82,000 രൂപയും 2 ഗ്രാമിന്റെ സ്വർണ്ണാഭരണവും വിലപിടിപ്പുള്ള മദ്യവും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഉണക്ക മത്സ്യ സംഭരണ കേന്ദ്രത്തിൽ മോഷണം. മത്സ്യം സൂക്ഷിക്കുന്ന ഫൈബർ ബോക്സുകൾ കവർന്നു. അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് PMA ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത്. മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 25 കണ്ടെയ്നർ ബോക്സുകളും 20 പ്ലാസ്റ്റിക് ബോക്സുകളും മോഷണം പോയി. 25,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായി സ്ഥാപന ഉടമ പറഞ്ഞു. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായ പടമാട്ടുമൽ തോമസ് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷ ഒരുക്കാതെ പാലിയേക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് പിരിച്ചെടുത്തത് 1,521 കോടി രൂപ. ടോൾ പിരിവ് ആരംഭിച്ച് ഫെബ്രുവരി 9-ന് 13 വർഷം പൂർത്തീകരിക്കാനിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാതെയാണ് കമ്പനി ഇപ്പോഴും ടോൾ പിരിക്കുന്നത്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5 മാത്രമാണ് പരിഹാര നിർദ്ദേശങ്ങൾ കമ്പനി ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. നടത്തറ, മരുത്താക്കര, പോട്ട ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിലും 30ഓളം തീവ്ര അപകട സാധ്യതാ കവലകളിലും മറ്റ് അപകട സാധ്യതയുള്ള 20 ജംഗ്ഷനുകളിലും ഇതുവരെയും കമ്പനി യാതൊരു സുരക്ഷാ നടപടികളും ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നിരന്തരം അപകടമുണ്ടാകുന്ന പുതുക്കാട് KSRTC ജംഗ്ഷനിൽ പോലും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. നിർദ്ദേശം പാലിക്കാതെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. 2016 ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. പക്ഷെ അന്നും ഇത് പൂർത്തിയാകാതെ ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്, നിർമ്മാണ പ്രവർത്തികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. 2022 നടത്തിയ സുരക്ഷാ ഓഡിറ്റ്, ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകൾ, 30 അതിതീവ്രമായ അപകട സാധ്യതയുള്ള ജംഗ്ഷനുകൾ, 20ഓളം തീവ്രമായ അപകട സാധ്യതയുള്ള കവലകൾ, ഇതിലൊക്കെ ചെയ്യേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ മേൽപ്പാലം തുടങ്ങി അടിപ്പാത തുടങ്ങി അങ്ങനെ നിരവധിയായ പരിഹാര നിർദ്ദേശം. അതിൽ കേവലം 5 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുവരെ പണി ആരംഭിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ അനധികൃത കരിമരുന്ന് ശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട കുണ്ടന്നൂർ പന്തലങ്ങാട്ട് സുരേഷിനെതിരെ കേസെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കരിമരുന്ന് ശേഖരം പിടികൂടിയത്. കുണ്ടന്നൂർ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള തെക്കുംകരയിലുള്ള ഷെഡിലാണ് കരിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. 27 കിലോ കരിമരുന്നും 2.25 കിലോ ഓലപ്പടക്കവും 3.25 കിലോ കരിമരുന്ന് തിരിയും അമിട്ട് നിറയ്ക്കുന്നതിനുള്ള 5 ചാക്ക് പ്ലാസ്റ്റിക് ബോളുകളും പോലീസ് പിടികൂടി. ഇയാൾക്കെതിരെ നേരത്തെയും പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനായാണ് കരിമരുന്ന് ശേഖരിച്ചിരുന്നത് എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ റിജിൻ M. തോമസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. പുതുക്കാട് ട്രെയിനിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ട്രെയിനിനും പാളത്തിനുമിടയിൽ കുടുങ്ങി യുവതിക്ക് പരിക്കേറ്റു. പാലിയേക്കര സ്വദേശി അരണാട്ടുകരക്കാരൻ വീട്ടിൽ ഷിബുവിന്റെ മകൾ റോഷ്നിക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ റോഷ്നിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിൽ നിന്ന് സ്റ്റേഷനിൽ ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത് പറപ്പൂക്കര സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വെളിയങ്കോട് സ്വദേശി മാങ്കളരി വീട്ടിൽ പ്രവീൺ B. മേനോനാണ് അറസ്റ്റിലായത്. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അഡ്മിനായി ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പറപ്പൂക്കര രാപ്പാൾ സ്വദേശി കോട്ടുവാല വീട്ടിൽ സുഭാഷാണ് തട്ടിപ്പിനിരയായത്. സുഭാഷിന്റെ മക്കൾക്ക് ജോലി വാഗ്ദാനം നൽകിയാണ് 500,000-ലേറെ രൂപ തട്ടിയെടുത്തത്. പറപ്പൂക്കര പള്ളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇയാൾ ലേബർ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് പറഞ്ഞിരുന്നത്. എറണാകുളം ജില്ലയിൽ സർക്കാർ ജോലിയുള്ള വീട്ടുടമസ്ഥയെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റി തരാമെന്നും പറഞ്ഞ് പ്രതി കബളിപ്പിച്ചിരുന്നു. പുതുക്കാട് SHO V. സജീഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ VD അജി, PS സുജിത് കുമാർ,
എ ജെറിൻ ജോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദേശീയപാത മരത്താക്കരയിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. എറണാകുളത്ത് നിന്നും വളവുമായി പാലക്കാട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. വിമാനം പറത്തുക എന്നത് മിഥുന്റെ സ്വപ്നമായിരുന്നു. സ്വന്തമായി കുഞ്ഞു വിമാനമുണ്ടാക്കിയാണ് ആ യുവാവ് തന്റെ സ്വപ്നത്തിന് ചിറക് നൽകിയത്. തൃശൂർ മനക്കൊടിയിലെ മാനത്ത് കുഞ്ഞു വിമാനത്തിന്റെ ഇരമ്പൽ കേട്ടാൽ ഉറപ്പിക്കാം അത് മിഥുനാണ്. തന്റെ സ്വപ്നങ്ങൾക്ക് സ്വന്തമായി ചിറക് പിടിപ്പിച്ച മിഥുൻ വീടിന് മുകളിൽ സ്വന്തമായി ഉണ്ടാക്കിയ ചെറിയ പനിപ്പുരയിലിരുന്നാണ് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മിഥുന്റെ വിമാന നിർമ്മാണം. ശങ്കരക്കൽ ഉദയൻ സുനിത ദമ്പതികളുടെ മകനായ മിഥുനെ വിമാനം കൗതുകം മാത്രമല്ല സ്വപ്നവുമായിരുന്നു. ഇപ്പോൾ അച്ഛനും അമ്മയും കൂടെയില്ല. എയറോനോട്ടിക്കൽ മേഖലയിലെ പഠനമെന്ന സ്വപ്നം പണ്ടേ പൊലിഞ്ഞതാണ്. എങ്കിലും യൂട്യൂബ് നോക്കിയും കളിവിമാനങ്ങൾ അഴിച്ചും ചേർത്തും മിഥുൻ വിമാനത്തെക്കുറിച്ച് പഠിച്ചു. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ കൊണ്ടുവരിക, ഇതേപോലെ ആക്കുക, ഫ്ലൈ ആക്കുക. അതിൻ്റെ ഒരു സുഖം അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഹാപ്പിയാണ്. ഈ പ്ലെയിനിൽ ഫ്ലൈ ആവണേൽ നല്ല ഹാപ്പിയാണ്. പിന്നെ പല ടൈപ്പ് പ്ലെയിൻ ഇപ്പോൾ കയ്യിലുണ്ട്. ബിഗിനേഴ്സ് തൊട്ട് അത്യാവശ്യം ട്രെയിൻഡ് ആയ ആൾക്കാർക്ക് വരെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഇപ്പോൾ കയ്യിലുണ്ട്. അതായത് നമ്മൾ മേക്ക് ചെയ്തിട്ട് അവിടെ വരെ എത്തിയതാട്ടോ. നമ്മൾ അതൊക്കെ ഓടിച്ചിട്ടാണ് ഓടിച്ച് പഠിച്ച് വരുന്നത്. ഏകദേശം ഒരെണ്ണം മേക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഒരു 15,000 ഇലക്ട്രോണിക്സ് മാത്രമായിട്ട് വേണം. പിന്നെ നമ്മുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ 2 മാസം നമുക്ക് എപ്പോഴാണ് പണി കഴിക്കുക, ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും പണി കഴിക്കാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് വരണ പോലെ ഇരിക്കും ഓരോന്ന് പണി കഴിക്കുക. ഇതൊരു 2 മാസം, ഇത് ഒരു മാസം കൊണ്ട് പണിതാണ്. അലുമിനിയം ഫാബ്രിക്കേഷനാണ് മിഥുന്റെ തൊഴിൽ മേഖല. തെർമോകോളും മറ്റ് അനുബന്ധ സാമഗ്രികളും ഉപയോഗിച്ച് ഏറെ സമയമെടുത്താണ് വിമാന നിർമ്മാണം. ഇതിനകം ഒട്ടേറെ കുഞ്ഞു വിമാനങ്ങൾ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാക്കി കഴിഞ്ഞു. പണം ഏറെ ചിലവാകും. എങ്കിലും കുഞ്ഞു വിമാനങ്ങൾ മാനത്ത് പറക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം ഈ യുവാവിൻ്റെത് മാത്രമല്ല, ഒരു നാടിൻ്റേത് കൂടിയാണ്. തൃശൂർ. സ്ത്രീകളിൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, DMO ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ഡോക്ടർ AN ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. നീലക്കോഴികളുടെ ആക്രമണത്തിൽ ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരം, കതിരിട്ട് തുടങ്ങിയ നെൽച്ചെടികൾ വ്യാപകമായി നീലക്കോഴികൾ നശിപ്പിക്കുകയാണ്. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഇക്കുറി അധിനിവേശ പക്ഷികളുടെ കടന്നുകയറ്റം അതിരൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ദുരിതം ഇപ്പോൾ വലിയ തോതിലായിരിക്കുകയാണ്. കൃഷി ഇറക്കിയ 60 കർഷകർ ആശങ്കയിലാണ്. നെൽച്ചെടികളിൽ പകുതിയിലധികവും നീലക്കോഴികൾ ഭക്ഷണമാക്കി. പാട്ടകൂട്ടി ശബ്ദമുണ്ടാക്കിയാലും നീലക്കോഴികൾ പിൻവാങ്ങുന്നില്ല. മുൻകാലങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ ഒരു പരിധിവരെ ഗുണം ചെയ്തിരുന്നു. തൊട്ടടുത്ത് കാട് പിടിച്ചു കിടക്കുന്ന വലിയ ഗർത്തങ്ങളിൽ പതുങ്ങുന്ന ഇവ വീണ്ടും തിരിച്ചെത്തുകയാണ്. വയലിൽ കെട്ടിയ വലകളെയും ഇവ ഭയപ്പെടുന്നില്ല. ഇങ്ങനെ തുടർന്നാൽ നെൽകൃഷി തുടരാനാവില്ലെന്ന് മേഖലയിലെ കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം കാനയിലൂടെ ഒഴുകുന്നു. ഡിവിഷൻ കൗൺസിലറോടും കോർപ്പറേഷനിലും പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പൂങ്കുന്നം റോഡിൽ കേരളോർമ്മ കോളേജ് സ്റ്റോപ്പിന് സമീപമുള്ള ഇറക്കത്തിലാണ് 1 വർഷത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. റോഡ് പണിയുടെ ഭാഗമായി കാന നിർമ്മിച്ചപ്പോഴാണ് പൈപ്പ് പൊട്ടിയത്. ദിവസവും 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത്. കാനയിലൂടെ വെള്ളം ഒഴുകി പോകുന്നതിനാൽ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കിടപ്പുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയ പ്രതിക്ക് 3.5 വർഷം തടവും 16,000 രൂപ പിഴയും ശിക്ഷ. മണത്തല പുത്തൻകടപ്പുറം സ്വദേശി അനിലിനെയാണ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. യുവദമ്പതികളുടെ പരാതിയിലാണ് ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്.
ദമ്പതികളുടെ കിടപ്പുമുറിയിലൂടെ ജനലിൽ കുടക്കമ്പി കൊണ്ട് ദ്വാരമുണ്ടാക്കിയായിരുന്നു ഒളിഞ്ഞുനോട്ടം. CCTV ക്യാമറയിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി MK കൃഷ്ണൻ കോടതിയിൽ ഹാജരായി. കാലടി പ്ലാന്റേഷൻ വനത്തിൽ കാട്ടാനയ്ക്ക് ഭക്ഷണം നൽകിയ 3 വിനോദയാത്രികരെ വനപാലകർ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പറവൂർ സ്വദേശികളായ ഒറ്റക്കണ്ടത്തിൽ അബൂബക്കർ, വേഴപ്പറമ്പിൽ വീട്ടിൽ ജിമീഷ്, ഡ്രൈവർ വടക്കേക്കര കൈതക്കൽ ഷിഹാബ് എന്നിവരെയാണ് അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ അറസ്റ്റ് ചെയ്തത്. റിസർവ് വനത്തിൽ കടന്ന വന്യജീവിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് കേസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്ലാന്റേഷൻ പരിധിയിലെ കാട്ടിൽ വിശ്രമിക്കുകയായിരുന്ന കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് ദൂരെ നിന്ന് ചക്ക എറിഞ്ഞുകൊടുത്തത്. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന ആന എഴുന്നേൽക്കുന്നതിനിടയിൽ അബൂബക്കറും ജിമീഷും ഓടി രക്ഷപ്പെടുകയായിരുന്നു. സൂര്യകാന്തി ചന്തത്തിൽ പുല്ലഴിപ്പാടം, ദൃശ്യഭംഗി നുകരാൻ സഞ്ചാരികളുടെ തിരക്ക്. സൂര്യകാന്തി പൂക്കൾക്കൊപ്പം പടം പിടിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട. തൃശൂർ പുല്ലഴിപ്പാടത്ത് 100 കണക്കിന് സൂര്യകാന്തി ചെടികളാണ് പൂത്തുനിൽക്കുന്നത്. 40 ഏക്കർ പാടത്തിന്റെ വരമ്പിൽ സൂര്യകാന്തി നട്ടുപിടിപ്പിച്ചത് പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിന്റെ കീഴിലാണ്. തുടർച്ചയായി 8ാം വർഷമാണ് ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മികച്ച ഇനം വിത്തെത്തിച്ചാണ് കൃഷി. ഇത്തവണ 5000-ഓളം സൂര്യകാന്തി ചെടികളാണ് ഇവിടെ പരിപാലിക്കുന്നത്. വിളവെടുത്താൽ സൂര്യകാന്തി എണ്ണയുണ്ടാക്കും. 1 കിലോ വിത്തിൽ നിന്ന് 300 ഗ്രാം എണ്ണ ലഭിക്കും. വിശാലമായ പാടത്ത് തണ്ണിമത്തൻ, ഉള്ളി, സവാള, കുക്കുംബർ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. സൂര്യകാന്തി ചന്തം നിറഞ്ഞ പാടം കാണാൻ പുല്ലഴിപ്പാടത്ത് സഞ്ചാരികളുടെ തിരക്ക് ദിനംപ്രതി കൂടുകയാണ്. സൂര്യകാന്തി കൃഷിയെക്കുറിച്ചറിയാൻ ഒട്ടേറെ കർഷകരും സന്ദർശിക്കുന്നുണ്ടെന്ന് കോൾപ്പടവ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പായിട്ടാണ് സൂര്യകാന്തി വരുന്നത്. എല്ലാ പ്രാവശ്യവും ഓരോ സ്റ്റെപ്പിലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത മഴയത്ത് ഞങ്ങൾ നട്ട തൈകൾ കുറേ നശിച്ചു പോവുകയും അതിൻ്റെ രണ്ടാമത് കുത്തി പൊന്തി വരികയാണ്. അപ്പോൾ 2-3 സ്റ്റെപ്പായിട്ടാണ് സൂര്യകാന്തി ഉണ്ടാവുക. ഈ സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്തെടുത്ത് എണ്ണയാക്കലാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഈ എണ്ണ എന്ന് പറഞ്ഞാൽ 1 കിലോ വിത്തിൽ നിന്ന് 300 ഗ്രാം എണ്ണയാണ് നമുക്ക് കിട്ടുന്നത്. വിജയം എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ വന്ന് കാണുന്നതാണ് എൻ്റെ വിജയം. TCV തൃശ്ശൂർ. ഒല്ലൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മാർക്കറ്റ് വില നൽകണമെന്നും വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. വ്യാപാരികളെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനും സർക്കാരും ഏറ്റെടുക്കണം. ഒല്ലൂർ ജംഗ്ഷൻ വികസനവും റോഡ് വികസനവും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. വർഷങ്ങളായി ഒല്ലൂർ ജംഗ്ഷൻ വികസനം സംബന്ധിച്ച് ചർച്ചകൾ വരുന്നുണ്ടെങ്കിലും പ്രാബല്യത്തിൽ വരാറില്ല എന്നും ഒല്ലൂർ ജംഗ്ഷൻ വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപ്പിലാക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി VS ജയനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് R ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KGOF സംസ്ഥാന കമ്മിറ്റി അംഗം MA സുധീർ ബാബു, CK ജയപ്രകാശൻ, KS ഭരതരാജൻ, സുബിൻ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ഉത്സവം കാണാനെത്തിയ ആളുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പറവൂർ കൈതാരം സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ ശരത്തിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. മേത്തല സ്വദേശി അഭയ്യുടെ ബൈക്കാണ് മോഷ്ടിച്ചത്. SIമാരായ സജിൽ, വൈഷ്ണവ് ചന്ദ്രൻ, ജഗദീഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, അനസ്, അഖിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മതിലകം പുതിയകാവിൽ കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികളായ അരുൺകുമാർ, ഷീല, പത്മിനി, ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ പോയി മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട് കാർ മരത്തിലിടിക്കുകയായിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം P ഭാഗ്യലക്ഷ്മിയമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ജില്ലാ കൗൺസിൽ അംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കരുമത്ര സ്വദേശിനിയായ ഇവർ ചേറൂരിലാണ് സമീപ നാളുകളിൽ താമസിച്ചിരുന്നത്. മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ നേതാവാണ്. കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ തൃശൂരിൽ ടൗണിൽ
നടന്ന പ്രതിഷേധ പ്രകടനം CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം സാറ മറോബ്സൺ അധ്യക്ഷത വഹിച്ചു. CPI തൃശൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപിദാസ്, AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷമീർ, I സതീഷ് കുമാർ, M രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ തൃശ്ശൂരിനോടുള്ള അവഗണനയ്ക്കെതിരെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമരം സംഘടിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി. കോർപ്പറേഷൻ ഓഫീസിലെ പൊതുജന സേവന ഫോൺ നമ്പർ പ്രവർത്തനരഹിതമായി. 0487242220 എന്ന നമ്പറാണ് മാസങ്ങളായി പ്രവർത്തനരഹിതമായത്. നമ്പർ പ്രവർത്തന സജ്ജമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. പെരിഞ്ഞനത്ത് യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി പുഴങ്കരയല്ലത്ത് വീട്ടിൽ മുസ്തഫയെ ആണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച പെരിഞ്ഞനം കപ്പൽപ്പള്ളിക്കടുത്തുള്ള വീട്ടിൽ വെച്ച് വൈപ്പിൻകാട്ടിൽ അജ്മൽ, ജനേന്ദ്രൻ എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം SHO M ഷാജഹാൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI CR പ്രദീപ്, ASI ലിജു ഇയാനി, സീനിയർ CPOമാരായ ബിജു, ജ്യോതിഷ്, CPO നിഷാന്ത്, കയ്പമംഗലം SI വിൻസെന്റ്, ഹോംഗാർഡ് ജോഷി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വലപ്പാട് കുഴിക്കക്കടവിലുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂർ സ്വദേശി വലിയകത്ത് അനസ്, പാടൂർ സ്വദേശി പണിക്കുവീട്ടിൽ റിജാസ് എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിക്കുപറ്റിയ യുവാവ് പ്രതികളിൽ ഒരാൾക്ക് പണം കടം കൊടുക്കാത്തതിനോടുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായത്. SIമാരായ എബിൻ, ജിഷ്ണു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രബിൻ, അനൂപ്, ജസ്ലിൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കർഷക വിരുദ്ധമായ കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 17 ഏരിയ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി കേന്ദ്ര ബജറ്റിന്റെ പകർപ്പ് കത്തിച്ചു. തൃശൂർ നഗരത്തിൽ പ്രകടനത്തിന് ശേഷം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം തൃശൂർ ഏരിയ പ്രസിഡന്റ് KR ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രവീന്ദ്രൻ, തൃശൂർ ഏരിയ സെക്രട്ടറി M ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേന്ദ്ര ബജറ്റിന്റെ പകർപ്പ് കത്തിച്ചു. ആഹ്വാനം ഇന്ന് കേരളത്തിൽ പഠനങ്ങളും ബജറ്റ് കത്തിക്കലും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റ് മുർദാബാദ്, കേന്ദ്ര ബജറ്റ് മുർദാബാദ്, കേന്ദ്ര ബജറ്റ് കത്തിക്കും. ചാലക്കുടി കുണ്ടുകുഴിപ്പാടത്ത് കിണറ്റിൽ വീണ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കരിപ്പാടൻ വീട്ടിൽ പ്രശോഭാണ് അയൽവാസിയും സുഹൃത്തുമായ സരീഷിന്റെ കിണറ്റിൽ കാൽ തെറ്റി വീണത്. വിവരമറിഞ്ഞ് ചാലക്കുടിയിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയാണ് വല ഉപയോഗിച്ച് ഇയാളെ രക്ഷിച്ചത്. കാലിന് പരിക്കേറ്റ പ്രശോഭിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7770 രൂപ, പവന് 62,160 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3420 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറ്റാറ്റുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടി 2 പേരെ കുത്തി, ഒരാൾ മരിച്ചു. 10 കിലോമീറ്ററോളം ഓടിയ ആനയെ തളയ്ക്കാനായത് 1 മണിക്കൂറിന് ശേഷം. തൃശൂർ കുറുപ്പം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ് യാത്രക്കാർ. MO റോഡിലെ ഗതാഗത നിയന്ത്രണമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. ഒരു വിഭാഗം KSRTC ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് ഭാഗികം. തൃശൂർ ഡിപ്പോയിൽ നിന്നുള്ള 21 സർവീസുകൾ റദ്ദാക്കി. കാഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിംഗിന് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വ്യാഴാഴ്ച പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കും.
മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിലെ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. മാള അഷ്ടമിച്ചിറ ചുണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിൽ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തുന്നില്ല. കൃഷിനാശം ഭയന്ന് കർഷകർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.